കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസം വി.എസ്. അച്യുതാനന്ദന് രാജ്യം പത്മവിഭൂഷൺ പ്രഖ്യാപിച്ച വാർത്ത ഏറെ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ പുരസ്കാരം സ്വീകരിക്കേണ്ടതില്ലെന്ന നിർണായക തീരുമാനത്തിലാണ് വി.എസിന്റെ കുടുംബവും CPM-ഉം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള ഔദ്യോഗിക കത്ത് ലഭിച്ചതിന് പിന്നാലെ വി.എസിന്റെ മകൻ V.A. അരുൺകുമാർ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിക്കഴിഞ്ഞു. വി.എസ്. ജീവിതകാലം മുഴുവൻ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കും പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്കും ഒപ്പമായിരിക്കും കുടുംബമെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ വി.എസിന് ലഭിച്ച സ്ഥാനമാണ് ഏതൊരു ഔദ്യോഗിക പുരസ്കാരത്തെക്കാളും വലുതെന്നുമാണ് കുടുംബത്തിന്റെ പക്ഷം. 1992 EMS നമ്പൂതിരിപ്പാടും 2008 ജ്യോതി ബസുവും അടുത്തിടെ ബുദ്ധദേവ് ഭട്ടാചാര്യയും കാണിച്ച അതേ മാതൃക പിന്തുടർന്ന് ഈ ബഹുമതി വിനയപൂർവ്വം നിരസിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നിൽ BJP-യുടെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇതിനെ സാധൂകരിക്കാനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് CPM വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണ്. 2, വി.എസിനെ പോലൊരു ജനകീയ നേതാവിനെ ആദരിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ OBC വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. 3, UDF വോട്ടുകൾ ചോർത്തി LDF-നെ പ്രതിരോധത്തിലാക്കാനും അതുവഴി NDA-ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാനുമുള്ള തന്ത്രമാണ്. 4, പത്മ പുരസ്കാര പട്ടികയിലെ RSS അനുഭാവികളായ P. നാരായണൻ, റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് എന്നിവരുടെ സാന്നിധ്യവും ഇതിലൂടെ ന്യായീകരിക്കപ്പെടുന്നു. ഈ 4 വസ്തുതകൾ മുൻനിർത്തി വി.എസിനെ ആയുധമാക്കി കേരളത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള BJP നീക്കത്തിനാണ് പുരസ്കാരം നിരസിക്കാനുള്ള തീരുമാനത്തിലൂടെ ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്.